ഇല്ല, നമുക്ക് നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാനും പറ്റുന്നതാണ് കേട്ടോ. പിന്നെ അത്തിക്ക് വെള്ളം കൊടുക്കണം. നമ്മൾ പോട്ടിലൊക്കെ നടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവറായിട്ട് മറ്റു ചെടിക്ക് കൊടുക്കുന്ന പോലെ ഓവറായിട്ട് നമ്മൾ വെള്ളം കൊടുക്കണം. പക്ഷെ അത്യാവശ്യം നല്ല നിൽക്കാനുള്ള വെള്ളം നമ്മൾ കൊടുക്കും വേണം. അപ്പോൾ ദിവസം നനയ്ക്കും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പൂ കൊഴിച്ചിൽ നമുക്ക് നല്ല രീതിയിൽ തടയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ സപ്പോർട്ടൊക്കെ നമ്മൾ ചെറിയ പ്ലാന്റ് വാങ്ങി വെക്കുന്ന ടൈമിൽ തന്നെ അതിൽ പൂവിടും. പക്ഷെ അതൊക്കെ നമുക്ക് കായായി കിട്ടണം എന്നില്ല. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കേട്ടോ. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ അത്തി പ്ലാന്റ് എങ്ങനെയാണ് നടേണ്ടത്, എങ്ങനെയാണ് പരിചരിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പരിചരണ രീതിയൊക്കെ ഞാൻ വിശദമായിട്ട് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നടേണ്ട രീതി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ നമ്മളെ സപ്പോർട്ടർ പ്ലാന്റിനെ കുറിച്ചിട്ടൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒന്നിലധികം എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ളതാണ്, നമ്മൾ ഈ പോട്ടിലൊക്കെ നട്ട ചെടികൾക്ക് വേര് മേലോട്ടൊക്കെ പൊന്തുന്നത് അതെന്താണ് കാരണം? അപ്പോൾ അങ്ങനെ വേര് പൊന്തുമ്പോൾ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവുന്നുണ്ട്. കാരണം പോട്ടിനെക്കാട്ടിയും മേലേക്കാണ് വേര് പൊന്തി വന്ന് കിടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ പോട്ടിലും ഗ്രോ ബാഗിലും നടുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് കാണാം. അതെന്താ വെച്ചാൽ നമ്മൾ വളങ്ങൾ അയച്ചാൽ മണ്ണൊന്നും നീക്കാതെ മേലെ തന്നെ വളങ്ങൾ ഇട്ട് കൊടുക്കുക, അയച്ചാൽ അതിൻ്റെ മേലെ കരിയിലിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് വേരുകൾ വളങ്ങൾ വലിക്കാൻ വേണ്ടി മേലോട്ടൊക്കെ വരുന്നത്. അതേ സ്ഥാനത്ത് നമ്മൾ മണ്ണൊന്ന് നീക്കിയതിൻ്റെ ശേഷം നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ വേരുകൾ അങ്ങനെ മേലോട്ടേക്ക് വരില്ല. കാരണം വേരുകൾ താഴെ തന്നെ ചുറ്റി കെട്ടിയിട്ടേ നിൽക്കുകയുള്ളൂ. ഇത് നമ്മൾ മണ്ണിൽ നടുമ്പോൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്ത വേരുകൾ അങ്ങനെ മേലോട്ടേക്ക് വരില്ല. പോട്ടിലും ഗ്രോ ബാഗിലും ഒക്കെ ആണ്. അപ്പോൾ ഖരാവസ്ഥയിലുള്ള വളങ്ങളൊക്കെ നമ്മൾ മേലെ മാത്രം ഇട്ട് കൊടുക്കും. ചിലർ അധികം ചെയ്യുന്നതാണ്. അയച്ചാൽ മണ്ണ് ഇളക്കാതെ മേലെ മാത്രം ഇട്ട് കൊടുത്ത് ചിലപ്പോൾ കരിയിലിട്ട് കൊടുക്കും. അപ്പോൾ വേരുകൾ വളം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് വരുന്നതാണ്. അപ്പോൾ നടുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, സ്റ്റാർട്ടിങ്ങിൽ ശ്രദ്ധിച്ചാലേ ഇതിന് കാര്യമുള്ളൂ കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ ശ്രദ്ധിക്കാതെ വേര് മേലെ വന്നതിന് ശേഷം പിന്നെ നമുക്ക് മണ്ണ് മാന്താൻ വേണ്ടിയിട്ട് കഴിയൂല. അപ്പോൾ ആദ്യം നമ്മൾ നടുന്ന ടൈമിൽ വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ മണ്ണൊന്ന് ചെറുങ്ങനെ നീക്കിയിട്ട് അടിവളങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം മേലെ മണ്ണ് നിരത്താം. എന്നിട്ട് അതിൻ്റെ മേലെ കരിയിലിട്ട് കൊടുക്കാം. അപ്പോൾ വേരുകൾ മേലോട്ട് പൊന്താതെ നമ്മൾ കറക്റ്റായിട്ട് വളങ്ങൾ കൊടുത്ത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇനി രണ്ടാമതായിട്ട് കുറേ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ള സപ്പോർട്ടിൻ്റെ ഇല കൊഴിഞ്ഞു പോകുന്നത്. അത് സപ്പോർട്ടൊക്കെ വരുന്നൊരു സൈസ് രോഗം തന്നെയാണ്. ഈ ഇല ഇങ്ങനെ കൊഴിഞ്ഞു പോകും. അപ്പോൾ കായ്ച്ച് കിടക്കുന്ന ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇല ഫുള്ള് കൊഴിഞ്ഞിട്ട് കായ് മാത്രം നിൽക്കുന്ന പോലെ നിൽക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, അതൊരു രോഗമാണ്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ഇപ്പോൾ കായ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കായ് പറിച്ചതിന് ശേഷം കമ്പൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം. പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ജൈവ രൂപത്തിലുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുക. നമ്മൾ ചാണകപ്പൊടി മീലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ വളങ്ങൾ ഇട്ട് കൊടുക്കുക. നല്ല വെള്ളം നനച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ നനച്ചു കൊടുത്താൽ പുതിയ ശരീരങ്ങൾ ഉഷാറായിട്ട് വന്നോളൂ. ഇനി കായ്ക്കാത്ത ചെടിയിലാണ് ഇതേപോലെ ഇല കൊയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ടൈമിൽ തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുറി ഭാഗത്ത് സാഫോ നമ്മൾ കോപ്പറച്ച് ക്ലോറൈഡ് എന്താ തേച്ച് കൊടുക്കുക. ഇതേപോലെ നല്ല രീതിയിൽ ജൈവ വളങ്ങൾ കൊടുക്കുക. പിന്നെ ഈ പൂവ് കൊഴിച്ചിലൊക്കെ പലരും പറയുന്ന സപ്പോർട്ടിൽ കായ് കിട്ടുന്നില്ല, നല്ല രീതിയിൽ പൂവ് കൊഴിഞ്ഞു പോകും. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം. നല്ല രീതിയിൽ വെള്ളം കൊടുക്കുക. കാരണം ചൂട് കൂടുന്ന ടൈമിലൊക്കെ ആണ് ഈ പൂക്കൾ കൂടുതലായിട്ട് കൊഴിഞ്ഞു പോകും. പിന്നെ കറക്റ്റായിട്ട് പോളിനേഷൻ നടക്കാതെ, ആ പോളിനേഷൻ നമുക്ക് കൈകൊണ്ടും ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പോളിനേഷൻ നടക്കാതെ അത് കൊഴിഞ്ഞു പോകും. പിന്നെ വെള്ളം ചൂട് കൂടുന്ന ടൈമിലാണ് ഈ പൂവ് കൊഴിഞ്ഞു പോകുക, കായ് ആവാതെ കൊഴിഞ്ഞു പോകും. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കൊടുക്കുക. കാരണം സപ്പോർട്ട് ചെടിക്ക് നല്ല രീതിയിൽ വെള്ളം കിട്ടണം കേട്ടോ. അപ്പം മണ്ണിൽ നട്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണിൽ ഈർപ്പില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കറക്റ്റ് നമ്മൾ കൊടുക്കേണ്ട വളങ്ങളുണ്ടല്ലോ, ആ പൂവിട്ട് നിൽക്കുന്ന ടൈമിലൊക്കെ ചെടികൾക്ക് നല്ല രീതിയിൽ പൊട്ടാസ്യം കിട്ടണം. അതേപോലെ ബോറോൺ, മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ പൂ കൊഴിച്ചിൽ നമുക്ക് നല്ല രീതിയിൽ തടയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ സപ്പോർട്ടൊക്കെ നമ്മൾ ചെറിയ പ്ലാന്റ് വാങ്ങി വെക്കുന്ന ടൈമിൽ തന്നെ അതിൽ പൂവിടും. പക്ഷെ അതൊക്കെ നമുക്ക് കായായി കിട്ടണം എന്നില്ല. ഒരു 2 വർഷമെങ്കിലും കഴിഞ്ഞിട്ടൊക്കെ പൂവിടുമ്പോഴാണ് നമുക്ക് കറക്റ്റ് അതിന് കായ്ഫലം കിട്ടിത്തുടങ്ങുള്ളൂ കേട്ടോ. ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പലരും ചോദിക്കുന്നതാണ് കായ്ഫലം പറിച്ചത്. ഞാനിപ്പോൾ ബേറാപ്പിളിൻ്റെ അതേപോലെ നമ്മളെ സ്വീറ്റ് അമ്പയത്തിൻ്റെ ഒക്കെ ഞാൻ കാണിച്ചിരുന്നു. നമ്മൾ കായ്ഫലം പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കമ്പ് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണെന്ന്. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് നമ്മളെല്ലാ ചെടിയിലും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്ന്. ഒട്ടുമിക്ക ചെടിയിലൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ കായ്ഫലം പറിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മാങ്ങ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാങ്ങ നമ്മളിപ്പോൾ ഒരു ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് ഫുള്ള് പറിച്ചു കഴിയും. അപ്പോൾ നമുക്ക് മെയ് മാസത്തിൽ നമുക്ക് കറക്റ്റായിട്ട് ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കാം. അതേപോലെ സ്വീറ്റ് അമ്പയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബേറാപ്പിൾ ആണെന്നൊക്കെ കായ്ഫലം പറിച്ചിട്ട് അത് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് പുതിയ ശരീരങ്ങൾ വരും, അത് പൂവിട്ടും കൊണ്ടേ വരും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ സപ്പോർട്ടിൽ എല്ലാത്തിലും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ അങ്ങനെ പ്രൂൺ ചെയ്യാതിരിക്കുക. അതേപോലെ കുത്തിയൊലിച്ച് മഴ പെയ്യുന്നത്, കാരണം ഓൾ സീസൺ ഫ്രൂട്ട് ഒരുപാടുണ്ടല്ലോ. അപ്പോൾ മഴയുള്ള സമയത്തൊക്കെ നമ്മൾ കായ്ഫലം പറിച്ചാൽ നല്ല മഴ പെയ്യുമ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാതിരിക്കുക കേട്ടോ. അതേപോലെ തന്നെ പലരും ചോദിക്കുന്നതാണ്, നമ്മൾ നഴ്സറിയിൽ നിന്ന് ചെടി വാങ്ങിയാൽ നമ്മൾ റീപോർട്ട് ചെയ്യാൻ പറ്റാത്ത സമയം ഏതാണെന്നുള്ളത്.
പറ്റാത്ത സമയം ഇതേപോലെ തന്നെയാണ്. നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുക. അതേപോലെ നല്ല കുത്തിയൊലിച്ച് മഴ പെയ്യുന്ന സമയത്തും നമ്മൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുക. ബാക്കിയുള്ള എല്ലാ സമയത്തും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നഴ്സറി ഇതൊക്കെ നമ്മൾ കൊറിയർ വഴി വന്ന ചെടികളാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 ആഴ്ചയെങ്കിലും നമ്മൾ അതൊന്നൊരു ഷെയ്ഡിൽ വെച്ചിട്ട് നല്ല വളം കൊടുക്കുക. വളം മീൻസ് നമ്മൾ പെട്ടെന്ന് ഉഷാറാവാൻ വേണ്ടി നമ്മൾ NPK 19 നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. കാരണം ആ ഗ്രോ ബാഗിൽ നമുക്ക് വളമിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മളൊരു 4 ദിവസം ഗ്യാപ്പിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ അടിയിൽ വളങ്ങൾ കൊടുക്കുക. പിന്നെ ഒന്ന് ക്ഷീണം വരാതിരിക്കാനൊക്കെ നമ്മൾ സ്യൂഡോമോണസ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അങ്ങനെ ഒരു ആഴ്ച 2 ആഴ്ച നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ പോട്ടി മിക്സ് ഒക്കെ റെഡിയാക്കി ഈ ഒരു ടൈമിൽ നമുക്ക് മണ്ണ് കുമ്മായിട്ടിട്ട് ട്രീറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം പോട്ടി മിക്സ് ഒക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് മാറ്റി നടാൻ പറ്റും. വെയിലും ആഴ്ച നല്ല നമ്മളൊരു ഏപ്രിൽ മാസം മെയ് ഫസ്റ്റ് ഒന്നും നമ്മൾ ചെടികൾ മാറ്റി നടാതിരിക്കുക. അതേപോലെ തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിലും നമ്മൾ ചെടി മാറ്റി നടാതിരിക്കുക. കാരണം മഴയും വെയിലും നല്ല രീതിയിലുള്ള സമയമാണ് അത്. പിന്നെ പലരും ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ അത്തി പ്ലാന്റ് മണ്ണിൽ നടുന്നതാണോ നല്ലത് അല്ലെങ്കിൽ പോട്ടിൽ നടുന്നതാണോ നല്ലത്. അപ്പോൾ നമ്മൾ അത്തിൻ്റെ ഒരു കൃഷി എന്ന് പറഞ്ഞാൽ അത്തി നമ്മളെ ക്ലൈമറ്റിൽ വെച്ചാൽ നമ്മളെ മണ്ണിൽ പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെ മണ്ണ് അസിഡിക്കാണ്. അപ്പോൾ അത്തി നടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മണ്ണ് ന്യൂട്രൽ ആക്കിയിട്ട് വേണം അത്തി നടാൻ. അപ്പോൾ നമ്മൾ മണ്ണിൽ നടുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ പോട്ടിൽ നടുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്തെ ഞാൻ പറഞ്ഞിരുന്നു അത്തിക്ക് നല്ല വെയിൽ കിട്ടണം, അതേപോലെ മഴ തീരെ കിട്ടരുത് എന്നുള്ളത്. അപ്പോൾ പലരും ചോദിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ വെയിൽ കിട്ടൂല, മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നതല്ല, എന്താ ചെയ്യാന്നുള്ളത്. അപ്പം നല്ലത് ഞാൻ പറഞ്ഞ ഇതേപോലത്തെ റെയിൻ ഷെൽട്ടർ വെച്ചിട്ട് അതിൻ്റെ താഴെ അത്തി നമുക്ക് കൃഷി ചെയ്താൽ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇങ്ങനെ ഷീറ്റ് കെട്ടാൻ പൈസ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ UV ഷീറ്റ് നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും. മീറ്റർ സ്ക്വയറിനാകെ 78 രൂപ 72 അങ്ങനെ എന്താ മറന്നുപോയതാണ് റേറ്റ്, അത്രേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു 4 മീറ്റർ സ്ക്വയർ വാങ്ങിയിട്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ താർപ്പായൊക്കെ വലിച്ചു കെട്ടുന്ന പോലെ കയറിനെ കൊണ്ട് വലിച്ചു കെട്ടിയ ജത്തിൻ്റെ മേലെ. അപ്പോൾ കറക്റ്റായിട്ട് വെയിൽ തട്ടും ചെയ്യും, അതേപോലെ മഴ കൊള്ളില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാനും പറ്റുന്നതാണ് കേട്ടോ. പിന്നെ അത്തിക്ക് വെള്ളം കൊടുക്കണം. നമ്മൾ പോട്ടിൽ ഇതിലൊക്കെ നടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവറായിട്ട് മറ്റു ചെടിക്ക് കൊടുക്കുന്ന പോലെ ഓവറായിട്ട് നമ്മൾ വെള്ളം കൊടുക്കണം. പക്ഷെ അത്യാവശ്യം നല്ല നിൽക്കാനുള്ള വെള്ളം നമ്മൾ കൊടുക്കും വേണം. അപ്പോൾ ദിവസം നനയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം ഒരു ഈർപ്പം നിൽക്കുന്ന രൂപത്തിൽ നമ്മൾ ദിവസം നനച്ച് പോകാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. പിന്നെ വളങ്ങൾ കൊടുക്കൽ, വളങ്ങൾ നമ്മൾ നടുന്ന ടൈമിൽ പോട്ട് മിക്സ് റെഡിയാക്കിയിട്ട് നമ്മൾ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അടിവളമായിട്ട് ഒരു 3 മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഫോളിയറായിട്ട് നമ്മൾ വളങ്ങൾ കൊടുത്താൽ മതി കേട്ടോ. അത് ഇപ്പോൾ നമ്മളിപ്പോൾ NPK 19 സ്റ്റാർട്ടിംഗ് സ്റ്റേജ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് അത് SOP ആയിട്ടോ അല്ല NPKൻ്റെ റേഷ്യോ ഫോസ്ഫറസും പൊട്ടാഷ്യം കൂടുതൽ റേഷ്യോയിലുള്ള വളമായിട്ടോ നമുക്ക് ഫോളിയറായിട്ട് കൊടുക്കാം. അതേപോലെ മൈക്രോ ന്യൂട്രിയൻസും നമ്മൾ ഇതേപോലെ ഒരു 15-20 ദിവസം കൂടുമ്പോൾ ഒരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടൊക്കെ രാവിലെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ സ്ലറികൾ ഒഴിച്ച് കൊടുക്കുമല്ലോ. അപ്പോൾ അത്തിൻ്റെ പ്ലാന്റിന് അധികം സ്ലറികൾ ഒഴിച്ച് കൊടുക്കാതിരിക്കുക. വല്ലപ്പോഴും ഒക്കെ ഒന്ന് കൊടുത്തേച്ച് കുഴപ്പമില്ല. കൂടുതലായിട്ട് കൊടുത്താൽ മൂട് ചീഞ്ഞ് പോകാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഏറ്റവും കൂടുതൽ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്ന അത്തിൻ്റെ പ്ലാന്റിലാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ മാസത്തിൽ ഒരിക്കൽ നമ്മൾ സൂഡോമോണസ് കലക്കി ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ ഇലകളിൽ സൂഡോമോണസോ അല്ലെങ്കിൽ സാഫോ രാസരൂപത്തിലുള്ള സാഫോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതൊരു വൈകുന്നേരങ്ങളിൽ ചെയ്താൽ മതി. അത് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇത്രയൊക്കെ അത്തിൻ്റെ കൃഷിയിൽ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നല്ല വെയിൽ കിട്ടണം, ഓവർ വെള്ളം കൊടുക്കരുത്, മഴ കൊള്ളരുത്. ഈ കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഇനി 1-2 പ്രാവശ്യം മഴ കൊണ്ട് വിചാരിച്ചിട്ട് ബേജാറാവേണ്ട കാര്യമില്ല. കണ്ടിന്യൂ ആയിട്ട് കൊള്ളുമ്പോൾ മാത്രമേ ഈ വിഷയങ്ങളൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ അത്തി ഇതേപോലെ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കട്ടോ. കായ്ഫലം പറിച്ചെടുത്ത് കഴിഞ്ഞാൽ പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ പ്രൂൺ ചെയ്താണ്, അതിന് പുതിയ ശിഖരം വരുന്നത്, അതിലൊക്കെ കായ് ഉണ്ടായി കൊണ്ട് വരുന്ന കണ്ടില്ലേ. അപ്പോൾ അത്തിയും നമുക്ക് ഇതേപോലെ പ്രൂൺ ചെയ്തിട്ട് നമുക്ക് പരിചരിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ സീസണാണ്, അപ്പോൾ എൻ്റെ ജോലി ഭയങ്കര തിരക്കാണ്. അപ്പോൾ നിങ്ങൾ വിളിച്ചാൽ ചിലപ്പോൾ എന്നെ കിട്ടൂല. നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി. ഞാൻ എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ എന്തായാലും റിപ്ലൈ നൽകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്